നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ വിലാപയാത്രയുടെ തത്സമയ വിവരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചാനലുകളിൽ കൂടി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചാനലുകളെല്ലാം അത് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ നടത്തിയ ചില പരാമർശങ്ങൾ, ചില അബദ്ധങ്ങൾ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഇതാ റിപ്പോർട്ടർ TV എഡിറ്റോറിയൽ അംഗവും അവതാരകനുമായ അരുൺ കുമാറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോൾ ഉയരുകയാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ സംസാരിച്ചുവെന്നാണ് അരുൺ കുമാറിനെതിരെ ഉയരുന്ന ആരോപണം. VS ഒരു പുണ്യാളനായി ഉയർക്കുകയും മെഴുകുതിരി കത്തിച്ച ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹമെന്ന് സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല എന്ന ഒരു പരാമർശം അരുൺകുമാർ നടത്തിയിരുന്നു. ഇത് ഉമ്മൻചാണ്ടിയെ താഴ്ത്തിക്കെട്ടുന്നതാണ് എന്നാണ് ഇപ്പോൾ ആരോപണം ശക്തമാകുന്നത്. മകൻ ചാണ്ടി ഉമ്മൻ MLA തന്നെ അരുൺകുമാറിനെതിരെ പോസ്റ്റ് ഇടുകയും ചെയ്തു. ഓർത്തഡോക്സ് യാക്കോബായ കത്തോലിക്ക സഭാ വിശ്വാസികൾ കല്ലറയിൽ പ്രാർത്ഥിക്കുന്നതിനെ വിമർശിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് മാധ്യമപ്രവർത്തകൻ അരുൺകുമാർ നടത്തിയതെന്ന വിമർശനമാണ് പിന്നാലെ ശക്തമാകുന്നത്. VSന്റെ അന്ത്യനിമിഷങ്ങൾ വിവരിക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകൻ അരുൺകുമാർ പറഞ്ഞത് ഇപ്രകാരം: അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല. മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹമെന്ന് സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല. പകരം തെരുവുകളിൽ ആ മനുഷ്യന് ഉയർത്തിയ സമരമുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും. മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും. പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യമോചനത്തിന്റെ മഹത്വം നിറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തിയല്ല VS വിടവാങ്ങുന്നത്. VS നമ്മുടെയൊക്കെ ഇടനെഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ട് ഞാൻ കൊളുത്തിയ തീ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോയി നിരവധി പേർ പ്രാർത്ഥിക്കുന്നുണ്ട്, അദ്ദേഹത്തെ പുണ്യാളനെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള ഒരു പറച്ചിലാണ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് ഇത് എന്നത് വ്യക്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ഒരു രോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്തിന് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ജനമനസ്സുകളിൽ ജീവിക്കുന്ന തൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ അരുൺകുമാറിൻ്റെ വാക്കുകൾക്കാവില്ല എന്നാണ് ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ചാണ്ടി ഉമ്മൻ്റെ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം ഇപ്രകാരമായിരുന്നു. പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: 2 വർഷങ്ങൾക്ക് മുമ്പ് വിനായകൻ തൻ്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എൻ്റെ നിലപാട്. ഇന്ന് തൻ്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എൻ്റെ പിതാവിനെ അപമാനിച്ചു എന്ന് ചിലരെങ്കിലും കരുതുന്നു. തൻ്റെ നിലപാട് വ്യക്തമാക്കുവാനുള്ള സ്വാതന്ത്ര്യം ശ്രീ അരുൺകുമാറിനുണ്ട് എന്നതാണ് ഇന്നും എൻ്റെ നിലപാട്. ജനമനസ്സുകളിൽ ജീവിക്കുന്ന എൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്തുവാൻ ഇത്തരം വാക്കുകൾക്കാവില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ എന്നായിരുന്നു ചാണ്ടി ഉമ്മൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനം മാധ്യമപ്രവർത്തകൻ അരുൺകുമാറിനെതിരെ ഉയരുകയാണ്. ഈ കുറച്ചു പേർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്ക് നോക്കാം. ധനിത് ലാൽ S നമ്പ്യാർ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു കുറിപ്പ് അതിപ്രകാരമാണ്: ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ പുണ്യാളനാക്കിയത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് നിരവധി പേരുടെ കണ്ണീർ അകറ്റാനും നിരവധി പേർക്ക് ആശ്വാസം കിട്ടാനും കാരണമായിട്ടുണ്ട്. അവർ ഉമ്മൻചാണ്ടിയെ പുണ്യാളനായി കരുതുന്നുവെങ്കിൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. മരിച്ച VSനെയും ഉമ്മൻചാണ്ടിയെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള തൻ്റെ വാചക ശർത്തിലുണ്ടല്ലോ, അതൊരു മതവിശ്വാസികൾക്കെതിരെയായി മാറി. താങ്കൾ വരും ദിവസം ഈ ചർച്ചിലിന് കേരളീയ പൊതുസമൂഹത്തോടും മറുപടി പറയേണ്ടി വരും. സഭാവിശ്വാസം അനുസരിച്ച് ഉമ്മൻചാണ്ടി എന്നല്ല, ഒരു സാധാരണക്കാരൻ മരിച്ചാലും ഇതൊക്കെ ചെയ്യുന്നതാണ്. കല്ലറയിലെ പ്രാർത്ഥനയും മെഴുകുതിരി കത്തിക്കലും വർഷം തോറുമുള്ള ധൂപപ്രാർത്ഥനയും ഒക്കെ. ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാം. ഇതൊക്കെ ആ സഭയുടെ ആചാരവും വിശ്വാസവുമാണ്. അതിനെയാണ് താങ്കൾ അവഹേളിച്ചത്. താങ്കൾ ഒരു വർഗീയവാദിയാണെന്ന് ഈ വാക്കുകളിലൂടെ തിരിച്ചറിയാൻ പറ്റി. VSന്റെ വിലാപയാത്രയും കാണിച്ച് ഈ വർഗീയ വിഷം താങ്കൾ ഛർദ്ദിക്കരുതായിരുന്നു എന്നാണ് ഒരു വ്യക്തി ഫേസ്ബുക്കിൽ കുറിച്ചത്. വലിയ രീതിയിലുള്ള വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. മറ്റൊരു വ്യക്തി ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരമാണ്. ജിജോ മാത്യു എന്ന വ്യക്തിയാണ് ഫേസ്ബുക്കിൽ മറ്റൊരു കുറിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പുണ്യാളനായി കണ്ടാൽ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ചാൽ താങ്കൾക്ക് എന്താണ് പ്രശ്നം അരുൺകുമാർ? വിശുദ്ധനാണെന്ന് പറഞ്ഞാൽ മെഴുകുതിരി കത്തിച്ചാൽ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന പോലെയാണല്ലോ താങ്കളുടെ പറച്ചിൽ. ഇത് ഞങ്ങളുടെ വിശുദ്ധന്മാരെയും ഞങ്ങളുടെ പ്രാർത്ഥനാ വിശ്വാസത്തെയും വളരെ മോശമായ രീതിയിൽ അപമാനിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നതാണ്. അരുൺകുമാറിൻ്റെ പ്രവൃത്തികൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ്
വേറൊരാൾ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിനെതിരെ അനൂപ് VR എന്ന വ്യക്തി ഫേസ്ബുക്കിൽ കുറിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്ക് നോക്കാം. അതിനിടയിൽ റിപ്പോർട്ടറിൽ അരുൺകുമാർ പറയുന്നത് കേട്ടു, ഈ കുഴിമാടത്തിൽ ആരും മെഴുകുതിരി കത്തിക്കില്ല എന്ന്. അതെന്തിനാണ് എടുത്തു പറയുന്നത്? ആദ്യം വിചാരിച്ചത് അനിൽ നമ്പ്യാർ ആണെന്നാണ്. അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? മെഴുകുതിരി കത്തിക്കുന്നത് അത്ര മോശമാണോ? ഇവൻ ഉദ്ദേശിക്കുന്നത് ഉമ്മൻചാണ്ടിയാണെന്ന് വ്യക്തം. പക്ഷേ ഇത് ഉമ്മൻചാണ്ടിയെ മാത്രം റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. മരണാനന്തരം സെമിത്തേരിയിൽ മെഴുകുതിരി കത്തിക്കുന്നത് പോലുള്ള മതപരമായ അനുഷ്ഠാനങ്ങൾ എന്തോ കുറഞ്ഞ ഏർപ്പാടാണെന്നാണ് പറയാതെ പറയുന്നത്. മെഴുകുതിരി കത്തിക്കുന്നത് ഒരു വിശ്വാസമാണെങ്കിൽ ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത് ശാസ്ത്രീയമാണോ? ഒന്ന് മറ്റൊന്നിനേക്കാൾ കുറഞ്ഞതോ കൂടിയതോ ആകുന്നത് എങ്ങനെയാണ്? ഇവരുടെയൊക്കെ ഹിന്ദുത്വ യുക്തിവാദവും സെമിറ്റിക് വിരുദ്ധ മാനസികാവസ്ഥയുമാണ് അറിയാതെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. അതുതന്നെയാണ് അടിയന്തരമായി തുറന്നു കാട്ടപ്പെടേണ്ടത് എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനമാണ് അരുൺകുമാറിനെതിരെ ശക്തമാവുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ ഒരു മതവിശ്വാസികളെ ഒന്നടങ്കം വലിയ രീതിയിൽ അവരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മതവിശ്വാസികൾക്ക് അത് വലിയ രീതിയിലുള്ള ഒരു വിഷമമായിട്ട്, അതിനപ്പുറം ഒരു രോഷമായിട്ട് ഈ ഒരു പ്രസ്താവന മാറിയിരിക്കുകയാണ്. അതിനെതിരെ വിമർശനവും ശക്തമാകുന്നുണ്ട് ഇരുപക്ഷത്തു നിന്നും. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചില ഗുരുതരമായ തെറ്റുകൾ പലർക്കും സംഭവിക്കുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിലൊരു തെറ്റായി തന്നെ ഈ പരാമർശവും മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു വിഭാഗത്തെ അത് വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത്, അല്ല അവരെ വലിയ രീതിയിൽ അത് വിഷമത്തിലാഴ്ത്തിയിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ അദ്ദേഹം ഇതിനൊരു മാപ്പ് പ്രസ്താവന നടത്തുമോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ അടക്കം ഇതിൽ പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നതാണ് ഇവിടെ ഏറെ ഗൗരവകരമാകുന്നത്. അതായത് തൻ്റെ പിതാവിനെ പരോക്ഷമായി വിമർശിച്ചത്, അല്ലെങ്കിൽ ആ ഒരു വിശുദ്ധൻ, ഒരു പുണ്യാളൻ എന്ന ഒരു പരിവേഷം ഉമ്മൻചാണ്ടിക്ക് നൽകിയതിനെതിരെ നടത്തിയ ആ ഒരു പരാമർശം, അത് തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകന് വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു എതിർപ്പുണ്ടാക്കി. അതുകൊണ്ടാണല്ലോ ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം അതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പരോക്ഷ വിമർശനം, അത് പ്രത്യക്ഷമായി തന്നെ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിപ്പിച്ച് തരുന്ന ഒരു പരോക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെ ഈ വിമർശനങ്ങളും ശക്തമാകുന്നുണ്ട്. VSനെ കുറിച്ച് പറയുന്നതിനിടയിലാണ് ഉമ്മൻചാണ്ടിയെ ഇത്തരത്തിൽ താഴ്ത്തിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം അരുൺകുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. VS ഒരു പുണ്യാളനായി ഉയർക്കുകയും മെഴുകുതിരി കത്തിച്ച് ആരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജന പ്രവാഹമെന്ന് സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിരത്തുകയോ ഉണ്ടാവില്ല എന്ന പരാമർശം അത് അക്ഷരാർത്ഥത്തിൽ ഒരു കൂട്ടരെ വലിയ രീതിയിൽ വിഷമത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.